ഹലോ മക്കളെ, എന്തി അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും പിന്നെ എല്ലാവരും തേയിലകളൊക്കെ ഇട്ട് കുടിച്ചോ? ഇന്നലെ എനിക്ക് ഒരു കാര്യം ഉണ്ടാക്കി തന്നെ പറഞ്ഞാൽ അത് എന്തരാന്നറിയാമോ? അത് പപ്പടം രണ്ടായിട്ട് മുറിച്ചിട്ട് മോള് കടലമാവിനകത്ത് മുക്കി മൂപ്പിച്ച് തന്നതാണ്. പക്ഷെ നല്ല രുചിയായിരുന്നു കേട്ടോ. എനിക്കറിയത്ത് പോലും ഇല്ലായിരുന്നു അത് അങ്ങനെ ഉണ്ടാക്കാൻ പോലും. കൊള്ളായിരുന്നു കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യേ മക്കളെ? ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കിയത്. രാവിലെ ദോശ ഉണ്ടാക്കി കാണിക്കാൻ രാവിലെ നമ്മൾ അപ്പം കടലക്കറിയായിരുന്നു കേട്ടോ. അതിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ദോശ ഉണ്ടാക്കി കേട്ടോ. എനിക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു ബാക്കി. അത് വെച്ച് ഞാൻ വൈകിട്ട് ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അപ്പം അണ്ണന് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ കൈ വെച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല. ഇത് എങ്ങനെ കരണ്ടി വെച്ചെടുക്കുന്നത്? ഇതെൻ്റെ മോന്. രണ്ടെണ്ണം മോളെനിക്ക് കുടിച്ചിട്ടൊക്കെ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. പിന്നെ ചമ്മന്തിക്കറി ഉണ്ടാക്കി കേട്ടാ. ചമ്മന്തിക്കറി എനിക്ക് ചമ്മന്തിക്കറി ഇച്ചിരി വെള്ളം പൊല്ലിക്കണം കേട്ടാ. കുറുകുറുത്തിരുന്ന അവസാനം അത് കാണുകയും ചെയ്യും. എൻ്റെ ചമ്മന്തിക്കറി പിന്നെ കടലക്കറി. ഇന്ന് വെളിച്ചെണ്ണ കുറവായിരുന്നു, അതുകൊണ്ട് പിന്നെ ഉള്ളിയൊക്കെ കുക്കറിനകത്ത് വെച്ച് റെഡിയാക്കി. മൂന്ന് കടലക്കറി വേണ്ട, രാവിലെ അപ്പം കൂടെ കഴിച്ചുകൊണ്ട്. കടലക്കറി വേണ്ട, അങ്ങോട്ട് നിൻ്റെ മക്കളെ ഇത് ഇച്ചിരി ചൂട് നീക്കി കിട്ടും. ഒരു ഷാള് തോളെ കിടക്കൂല. പിന്നെ ചൂടുവെള്ളം കാപ്പിവെള്ളം നമ്മൾ നേരത്തെ ഇട്ട് കുടിച്ചു കേട്ടാ. കുടിച്ചോണ്ടാണ് ഞാൻ കാപ്പിവെള്ളം ഒന്നും ഉണ്ടാകുന്നത്. ചൂടുവെള്ളം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉച്ച കഴിഞ്ഞ് ഇവിടെ മഴയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ഇനി അവിടെ ഭയങ്കര പരിപാടികളും 2 കടയൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും ഞാൻ കയറി പോകുന്നില്ല. മോളും മോനൊക്കെ കയറിപ്പോയി, അണ്ണൻ കയറിപ്പോയി. ഒരു വൈകിട്ട് കയറി പോകുമായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. പിന്നെ യൂട്യൂബിൽ കയറി എൻ്റെ വീഡിയോ കാണണം കേട്ടോ. ഇത് തന്നെ പകലിന്ന് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞപ്പോൾ മോളിന്ന് പകൽ ഇവിടെ ഇല്ലായിരുന്നു. മോക്കൊന്ന് ആയൂരും മഞ്ഞപ്പാറയൊക്കെ പോകണമായിരുന്നു മക്കളെ. അതുകൊണ്ടാണ് പിന്നെ പകൽ വൈകുന്നേരം നേരത്തെ അവൾ വന്നത് തന്നെ. അപ്പം ഇതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഞാൻ തിരക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരെയും. പ്രത്യേകിച്ച് ഇനി ആരെയില്ല ഞാൻ തിരക്കാനും കൊണ്ട്. എല്ലാവരും എന്നെയും തിരക്കുന്നതുകൊണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരണം. യൂട്യൂബിൽ കയറി എൻ്റെ വീഡിയോ കാണണം കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാം. എങ്കിൽ ശരി, വയ്ക്കട്ടെ. നാളത്തെ വീഡിയോ കാണാം കേട്ടോ. ശരി എന്നാൽ.